ഞാൻ ഡയറി എഴുതാൻ വളരെ മടിയുള്ള ഒരാളായിരുന്നു. അതിൻ്റെ റീസൺ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഈ PTSD കൂടെയൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നും പുറത്ത് കടക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പലർക്കും ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഈ നാർസിസം അത് ഇത് ഒക്കെ നമ്മൾ അതെന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും അതിനൊന്ന് പുറത്ത് കടക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നുണ്ട്. ഹലോ, അപ്പോൾ ഞാൻ ഈ ഒരു സ്പേസ് യൂസ് ചെയ്യുന്നത് നമുക്ക് ലൈഫ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ട്രാൻസ്ഫോർമേഷന് വേണ്ടി ട്രൈ ചെയ്ത് കുറേയൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു 75% എത്തി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്താൽ കുറച്ചൊക്കെ നന്നായിരിക്കും. അപ്പം ഇതിൽ ഞാൻ ആദ്യം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഒരു PTSD കൂടെയൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നും പുറത്ത് കടക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പലർക്കും ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഈ നാർസിസം അത് ഇത് ഒക്കെ നമ്മൾ അതെന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും അതിനൊന്ന് പുറത്ത് കടക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നുണ്ട്. അതെന്താണ് ആ പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ സമയത്തിൻ്റെ ഭാഗവും ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിലേക്ക് പുറത്ത് കടക്കാൻ വേണ്ടി നമുക്ക് ലൈഫിനെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പം ഇതിപ്പോൾ 2026 ഒരു ന്യൂ ഇയർ ടൈമാണ്. ജനുവരി ഏകദേശം നമുക്ക് ഹാഫായി. നമ്മൾ പലരും പല റെസൊല്യൂഷൻസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പലരും ഇതൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമുണ്ട്. ആൻഡ് ഞാൻ പറയട്ടെ, എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ ഞാൻ ഒരു വിഷൻ ബോർഡ് ലാസ്റ്റ് ഇയർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു 2025. ആൻഡ് അതിൻ്റെ റിസൾട്ട് അമേസിങ് ആയിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തിയെടുക്കാൻ പറ്റി. ഞാൻ എൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻസ് കാരണമാണ് എനിക്കിങ്ങനെ ഗോൾസും കൂടെ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റിയത്. അപ്പം അതിനെ പറ്റിയായിരിക്കും ഞാൻ ഇതൊരു വീഡിയോ സീരീസ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വരുന്ന വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ നമുക്ക് എഴുത്തിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ എഴുതാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് അങ്ങനെ ഉള്ള ഓൺലൈൻ മീഡിയാസിന് അല്ലെങ്കിൽ ടെക്നിക്കൽ സോഫ്റ്റ്വെയർസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു കാലത്ത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പേപ്പറിൽ എഴുതുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു കാര്യം നമ്മളുടെ പേപ്പറിൽ എഴുതുമ്പോൾ അത് നമ്മുടെ ആ കടലാസിലേക്ക് മാത്രമല്ല നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ബ്രെയിനിലേക്കും കൂടെയാണ് ആ ഒരു കാര്യം ഇൻസ്ക്രൈബ് ആവുന്നത്, അതവിടെ എഴുതപ്പെടുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ബ്രെയിനിൽ നന്നായിട്ട് അത് രജിസ്റ്റർ ആവാനും അതുപോലെ തന്നെ നമുക്കത് എന്താ പറയുക ആ ഒരു ഗോള് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് ഓർമ്മയിലിരിക്കാനും ഒക്കെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഗോൾസ് അക്കംപ്ലിഷ് ചെയ്തതും എൻ്റെ ലൈഫ് ഞാൻ കൂടുതൽ ഡിസിപ്ലിൻഡ് ആക്കിയതും ഒക്കെ. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഞാൻ ഈ ഒരു ജേർണലിംഗ് അല്ലെങ്കിൽ എഴുത്ത് എന്നുള്ള ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി. അതിനകത്ത് എനിക്ക് വിസിബിൾ റിസൾട്ട്സ് കിട്ടിയത് ലാസ്റ്റ് ഇയറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറി എഴുതാൻ വളരെ മടിയുള്ള ഒരാളായിരുന്നു. അതിൻ്റെ റീസൺ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ് എന്നുള്ളതായിരുന്നു എൻ്റെ പ്രോബ്ലം. ഈ മോശം ഹാൻഡ് റൈറ്റിംഗ് കാരണം ഞാൻ എപ്പോഴും ഒരു ഡയറിയിൽ ഞാൻ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ എനിക്കത് കാണുമ്പം ഒട്ടും ഭംഗിയില്ലാത്തതായും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് നന്നായിട്ട് ചെയ്യുമ്പം അവരോടൊരു നന്നായിട്ട് ചെയ്യുമ്പം ഞാൻ ഡയറി എഴുതി കഴിഞ്ഞാൽ വെറുതെ എനിക്ക് നശിപ്പിക്കാനുള്ള അതൊരു കാര്യമില്ല. ആ ഒരു റീസണായിരുന്നു എന്നെ എന്താ പറയുക എഴുത്തിലേക്ക് എന്നെ തടഞ്ഞു വെച്ച ഒരു കാര്യം അതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാനും തുടങ്ങി. എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങും ഞാൻ മാറ്റിയെടുത്തു. അത് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല ഇവിടെ. മാനിഫെസ്റ്റേഷൻ ഒരു കാര്യമാണ്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഞാനെടുത്ത എഫേർട്സുമാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ അടുത്ത് ഇപ്പോൾ നമുക്കൊന്നിനും സമയമില്ല, നമ്മൾ വളരെ ഫാസ്റ്റ് പേസ് ലൈഫിലാണല്ലോ ജീവിക്കുന്നത് അല്ലേ. പക്ഷെ ഞാൻ പറയാം, നമ്മൾ ഡെയിലി ഒരു 3 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തും സാധിക്കാം ലൈഫിൽ. അപ്പം ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു എൻ്റെ വീക്ക്നെസ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ബുക്ക് മേടിച്ചു. അന്ന് ഞാൻ ഹാൻഡ് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. എനിക്ക് 2 മാസം പ്രാക്ടീസ് ചെയ്തു, ഒരു റിസൾട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു 6-7 മാസം ഞാൻ അങ്ങനെ റെഗുലർ ട്രാക്കൊന്നും വെച്ചിരുന്നില്ല. നിങ്ങൾക്ക് റെഗുലർ ട്രാക്ക് വെക്കാം, അത് പോസിബിൾ ആണെങ്കിൽ. ആൻഡ് വെക്കണം. ആ സമയത്ത് എനിക്ക് ആ ട്രാക്കിങ് എങ്ങനെ ചെയ്യണം അതൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു 6-7 മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വിസിബിൾ ചേഞ്ചസ് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ ഞാൻ എൻ്റെ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എല്ലാ ദിവസവും ജേർണലിംഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫും എൻ്റെ കയ്യിലായി. ഞാനിപ്പം ഏകദേശം ഒരു 2 ഇയേഴ്സ് ഞാൻ പറഞ്ഞല്ലോ
അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ജേർണലിംഗ് ഞാൻ ചെയ്തത് 1 ഇയർ ആയിട്ടാണ്. ഈ 1 ഇയർ കൊണ്ട് എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതെൻ്റെ കയ്യിലാണെന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നു. അതായത് നമ്മളെപ്പോഴും വിധിയെയും അതുപോലെ തന്നെ എന്താ പറയുക തലവരേനെയൊക്കെ പഴിക്കുന്ന സ്ഥലത്ത് ഈ എഴുതുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റും. നമ്മുടെ ലൈഫായിരിക്കും ആ ബുക്ക്. അതായത് ആ ബുക്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്സാണ് ചെയ്തത്, ഇവിടെ നമുക്ക് എങ്ങനെ ആക്ട് ചെയ്യായിരുന്നു, അതൊക്കെ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയുക ബെറ്റർ ഡിസിഷൻസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം കുറച്ച് ബെറ്റർ ആയിട്ട് ആക്ട് ചെയ്യാം. ഇതൊക്കെ കുറച്ച് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് അങ്ങനെ നമ്മുടെ ലൈഫിലെ ഓരോ ആക്ടിവിറ്റിയും നമുക്ക് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. പിന്നെ എഴുത്ത് എന്നെ മോർ ഡിസിപ്ലിൻ പേഴ്സൺ ആക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുത്തിൻ്റെ കൂടെ ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു ദിവസം ചെയ്യുന്ന ആക്ടിവിറ്റീസും നമ്മൾക്ക് മിസ്സായി പോയ ആക്ടിവിറ്റീസും നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അത് ചെയ്തില്ലെങ്കിലും അത് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. ഓ, ഈ കാര്യം എനിക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ അത് മറന്നു പോകാതെ കുറച്ച് ലേറ്റ് ആയാലും അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യം ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ചെയ്യും. സ്റ്റാർട്ടിങ്ങിൽ എന്നെപ്പോലെ ഭയങ്കര മടിയും CPTSD ഒക്കെ കഴിഞ്ഞ് അതിലൂടെ കടന്നു വന്ന ഒരാളാണെങ്കിൽ ഭയങ്കര മടിയുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തീർച്ചയായും ഒരു 2 ദിവസമൊക്കെ നമുക്ക് ഡിലേ ആകും. പക്ഷേ പോകെ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൽ തന്നെ നമ്മളത് ചെയ്തു തീർക്കും. അങ്ങനെ നമ്മുടെ ലൈഫിൽ പെൻഡിങ് വർക്ക്സ് കുറയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പം ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും നിങ്ങൾ എഴുതി തുടങ്ങും. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് വളരെ സക്സസ്ഫുള്ളി ആയിരുന്നു. എൻ്റെ ഗോൾസൊക്കെ എനിക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ ഈ വർഷം ഞാനൊരു എന്താ പറയുക ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബോക്സും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ദിവസവും എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് എടുക്കാനുണ്ടെങ്കിൽ അത് ഞാൻ ആ ഒരു ബോട്ടിൽ ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിനോട് കൂടുതൽ ഒരു ലവ് വരും. നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റീസിൽ ഫോക്കസ് ചെയ്യാതെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ നമുക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അത് കൂടാതെ ഞാൻ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ ഈ CPTSD പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കുറേ ഹോംവർക്ക്സ് ഉണ്ട്. അതായത് ഒരു നാർസിസ്റ്റിക് അബ്യൂസിലൂടെയൊക്കെ ഗോ ത്രൂ ചെയ്ത് അതിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വരുന്ന വീഡിയോസിൽ നമുക്ക് അതിനെക്കുറിച്ചും ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ജെന്യൂനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് വെൽക്കം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.